ഹായ് ഫ്രണ്ട്സ്, നമ്മൾ സാധാരണ പായസം ഉണ്ടാക്കുന്ന സേമിയ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഒരു ഉപ്പുമാവാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സേമിയ ഉപ്പുമാവ്. സേമിയ 2 കപ്പ് ചെറുതായി വറുത്തെടുക്കുക. അതായത് തുടർച്ചയായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. തുടർച്ചയായി ഇളക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക, മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചിട്ടുണ്ടാകുന്നത്. തുടർച്ചയായി നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തേണ്ടേയിരിക്കണം. ശേഷം റോസ്റ്റ് ആയതിനു ശേഷം നമുക്കതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാത്രത്തിൽ തന്നെ വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതിനുശേഷം ഞാൻ അതേ പാത്രത്തിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കൂടെ നെയ്യും ഞാൻ ചേർക്കുന്നുണ്ട്. നെയ്യ് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ തന്നെ ചേർക്കാവുന്നതാണ്. അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് കരിഞ്ഞു പോകാതെ നോക്കണം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്പൂൺ എടുത്തിട്ട് നമുക്കത് ഇളക്കി കൊടുക്കാം. ഉഴുന്നിൻ്റെ കളറ് മാറിയതിന് ശേഷമാണ് നമ്മൾ അടുത്ത ചേരുവ ചേർക്കാൻ പോകുന്നത്. ഇപ്പം ഏകദേശം ഉഴുന്നിൻ്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി അടുത്തത് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ശേഷം കിസ്മിസും കാഷ്യൂനട്ടും ചേർത്ത് കൊടുക്കാം. അതും നന്നായി ഒന്ന് ഇളക്കുക, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കിസ്മിസും അണ്ടിപ്പരിപ്പും പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴറ്റിയതിന് ശേഷം പച്ചമുളക് ചേർക്കാം. അതും ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമുക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം. സവാളയാണ് അടുത്ത് ചേർക്കുന്നത്. സവാള ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്ക് ചേർക്കാനുണ്ട്. അടുത്തതായി ചേർക്കുന്നത് ക്യാരറ്റാണ്. ക്യാരറ്റും നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് അത്യാവശ്യം സവാളയും ക്യാരറ്റും വാടി കിട്ടണം. ഒരു 2 മിനിറ്റോളം ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ അത്യാവശ്യത്തോളം വാടി കിട്ടും. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. ഏകദേശം ഇതൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്, റോസ്റ്റായി. അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ 2 കപ്പ് സേമിയത്തിന് 2.5 കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് ഞാൻ ചേർക്കുന്നത്. നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം മൊത്തം ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായി തിളക്കാൻ വെയിറ്റ് ചെയ്യുക. നന്നായി തിളച്ചാൽ അതിലേക്ക് സേമിയ ചേർക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇതാ നന്നായി തിളച്ചു. ഇനി നമുക്ക് അതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ചേർക്കുമ്പോൾ തന്നെ ഇളക്കി കൊടുക്കാൻ ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ച് പോകാൻ ചാൻസസ് ഉണ്ട്. നന്നായി ഇളക്കി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടച്ച് വേവിക്കുകയാണ് വേണ്ടത്. ഒരു 3 മിനിറ്റോളം ലോ ഫ്ലെയിമിലാണ് നമ്മൾ അടച്ചിട്ട് വെക്കുന്നത്. 3 മിനിറ്റിന് ശേഷം നമുക്ക് മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം. അടിക്ക് പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നീട് ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് അടച്ചിട്ട് വേവിക്കണം. അതെൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അതിന് ശേഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മൂടി ഓപ്പൺ ചെയ്യാതെ അടച്ച് വെച്ചതിന് ശേഷം തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ശേഷം അടപ്പ് തുറന്ന് കുറച്ച് കറിവേപ്പിലയും നെയ്യും കുറച്ച് പഞ്ചസാരയും ചേർക്കാൻ മറന്നു പോകരുത്. ഇതിപ്പോൾ എന്നോട് ആ 2 എണ്ണം മിസ് ചെയ്തു പോയി വീഡിയോ എടുക്കാൻ. അങ്ങനെ നമ്മുടെ സേമിയ ഉപ്മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക്